ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറസുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈറസ് നേച്ചർ എന്താണ്, അതിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ വൈറസ് എന്ന് നമുക്കറിയാം, ഇറ്റ്സ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ. അപ്പോൾ വേറെ പ്രോഗ്രാംസിനെ ഇൻഫെക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് ബാക്കി അതിനെക്കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം മാലീഷ്യസ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ശരിക്കും ചെയ്യുന്നത് നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിലേക്ക് ഒരു കോഡെല്ലാം നമ്മൾ പോർഷൻ ഓഫ് കോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈറസിൻ്റെ കോപ്പീസ് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോഡിൻ്റെ പർപ്പസ്. അപ്പോൾ ഈ കോപ്പീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോഗ്രാംസിനെ അത് ഉപയോഗിച്ച് ഇൻഫെക്റ്റ് ചെയ്യുക. അപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിലേക്ക് അഡീഷണൽ കോഡ് ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നു ടു മേക്ക് കോപ്പീസ് ഓഫ് ദ വൈറസ് പ്രോഗ്രാം. അപ്പോൾ വൈറസ് ഒരു പ്രോഗ്രാമിനുള്ളിൽ നമ്മൾ എംബഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പോണൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിലേക്കൊരു വൈറസിൻ്റെ കോപ്പി അത് പാസ് ചെയ്യും. ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ യൂസേഴ്സ് ഇതിനെ പറ്റിയൊന്നും അവെയർ അല്ലാണ്ട് ഡിസ്ക് സ്വാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ വേറൊരാൾക്ക് എന്തെങ്കിലും ഈ ഇൻഫെക്റ്റഡ് നോഡിൽ നിന്ന് അയച്ചു കൊടുക്കുക നെറ്റ്വർക്ക് വഴി, അങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ബാക്കി എല്ലാ സാധാരണ പ്രോഗ്രാംസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൈറസിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൈറസ് വേറൊരു ഹോസ്റ്റ് പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ ഹോസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സീക്രട്ടായിട്ട് റൺ ചെയ്യുകയാണ്, എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വൈറസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ സാധാരണ പ്രോഗ്രാംസ് ചെയ്യുന്ന പോലെ തന്നെ അതിന് അഡീഷണലായിട്ട് ഈ മാലീഷ്യസ് ആക്ടിവിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഫയൽസ് ഇറേസ് ചെയ്യുക. അപ്പോൾ ഈ ലോഗിൻ ചെയ്തിട്ടുള്ള കറണ്ട് ഹോസ്റ്റ് പ്രോഗ്രാമിൻ്റെ യൂസറിനുള്ള പ്രിവിലേജസും എല്ലാം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ മാലീഷ്യസ് ആക്ടിവിറ്റീസ് എല്ലാം ആ വൈറസ് കോഡ് ചെയ്യാൻ പറ്റും. ഫയൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ ആവശ്യമില്ലാത്തത് നടത്താൻ പറ്റും. ഈ കമ്പ്യൂട്ടർ വൈറസിന് മെയിനായിട്ട് 3 പാർട്സ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഈസ് ദ ഇൻഫെക്ഷൻ മെക്കാനിസം, സെക്കൻഡ് ഈസ് ദ ട്രിഗർ, ആൻഡ് തേർഡ് ഈസ് ദ പേലോഡ്. ഇൻഫെക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് മീൻസ് ഉപയോഗിച്ചാണ് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്ത് മെക്കാനിസം ആണെന്നുള്ളത്. അത് നമ്മൾ ഇൻഫെക്ഷൻ വെക്ടർ എന്നും പറയും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഈ വൈറസ് ശരിക്കും ആക്ടിവേറ്റഡ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് പ്രോസസ്സിങ് തുടങ്ങാൻ വേണ്ടി എങ്ങനെയാണ് അത് സ്റ്റാർട്ട് കിട്ടുന്നത് എന്നുള്ളത്. അതിനൊന്നിലൊരു ഈവൻ്റ് ആവും, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വീക്കിൽ ഇന്ന ഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ടൈം ആകുമ്പോൾ അതൊക്കെ നമുക്ക് ട്രിഗേഴ്സ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി തേർഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കമ്പോണൻ്റ് ദാറ്റ് ഈസ് പേലോഡ്. അപ്പോൾ ഈ പേലോഡ് എന്ന് പറഞ്ഞാൽ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് കൂടാണ്ട് അഡീഷണലായിട്ട് എന്തെല്ലാം മലീഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന പോർഷനിലെ കമ്പോണൻ്റാണ് പേലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പേലോഡ് ശരിക്കും നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന കോഡ് പോർഷനാണ് പറയുന്ന പേലോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ് ഡാമേജ് ഓർ മേ ഇൻവോൾവ് ബെനിൻ ബട്ട് നോട്ടീസബിൾ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ മാത്രമല്ല, മനസ്സിലാവാൻ മാത്രമല്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമുള്ള എന്തെങ്കിലും ഡാമേജസും ചെയ്യുന്ന ഒരു പോർഷനാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ സീ ദ ഫേസസ് ഇൻ ലൈഫ് ടൈം ഓഫ് എ വൈറസ്. അപ്പോൾ വൈറസിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4 ഫേസുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഡോർമൻറ്റ് ഫേസ്. ഡോർമൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ വൈറസ് ഐഡിലായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ എല്ലാ വൈറസുകൾക്കും ഈ സ്റ്റേജ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിലായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ഒരു ഈവൻറ്റ് വഴി അത് ആക്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുക വൈറസ്. ഇനി ഈവൻറ്റ് ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസർ ഐഡിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ചിലപ്പം ഈവൻറ്റ്സ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ ഈ ഈവൻറ്റ് ഉണ്ടാകുമ്പോൾ വൈറസ് ഇവൻച്വലി ആക്ടിവേറ്റഡ് ആവുക. അതാണ് ഡോർമൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഈസ് പ്രൊപ്പഗേഷൻ ഫേസ്. നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും വൈറസ് പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ വൈറസ് അതിൻ്റെ തന്നെ കോപ്പീസ് വേറെ പ്രോഗ്രാംസിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ വേറെ ഏരിയാസിലേക്ക് കോപ്പി ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഈ പ്രൊപ്പഗേഷൻ ഫേസിൽ നടക്കുക. അപ്പോൾ ഈ കോപ്പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വേർഷൻ്റെ അതേ കോപ്പി ആയിരിക്കണം എന്നില്ല. അത് വൈറസുകൾ പലപ്പോഴും മോർഫ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കോപ്പീസ് ക്രിയേറ്റ് ചെയ്ത് പോകുക, അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ഇൻഫെക്റ്റഡ് പ്രോഗ്രാമിലും വൈറസിൻ്റെ ഒരു ക്ലോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരേ സമയം ഇങ്ങോട്ടേക്ക് കയറും, പ്രൊപ്പഗേഷൻ ഫേസിലേക്ക് കയറും. ദെൻ ദ തേർഡ് ഫേസ് ഈസ് ട്രിഗറിങ് ഫേസ്. അപ്പോൾ ട്രിഗറിങ് ഫേസ് എന്ന് പറഞ്ഞാൽ വൈറസ് നമ്മൾ ആക്ടിവേറ്റഡ് ആകുന്നു ടു പെർഫോം ദ ഇൻറ്റൻഡ് ഫംഗ്ഷൻ. എന്ത് മാലീഷ്യസ് ആക്ടിവിറ്റി ആണോ അത് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ വേണ്ടി ആ വൈറസിനെ ആക്ടിവേറ്റ് ആക്കുക. അതാണ് നമ്മുടെ ട്രിഗറിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷൻ വഴി ഉണ്ടാവാം. ഒന്നുകിൽ എന്തെങ്കിലും സിസ്റ്റം ഇവൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം അല്ലെങ്കിൽ ഡേറ്റ് അല്ല ഡേ ഒക്കെ ആവാം. ഇനി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ വൈറസ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വൈറസിൻ്റെ എത്ര കോപ്പീസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിന് കൗണ്ട് വേണം വരെ ഇത് ട്രിഗറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്ര എണ്ണം കോപ്പീസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രിഗറിങ് ഫേസിലേക്ക് കയറുക എന്നുള്ളത്. ഈ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ എക്സിക്യൂഷൻ ഫേസ്. അവിടെ നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത് ആ വൈറസ് എന്ത് മലീഷ്യസ് ആക്ടിവിറ്റി ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാം. ഇപ്പോൾ ഫംഗ്ഷൻ പല രീതിയിലാവാം. ഒന്നുകിൽ ഹാംലെസ് ആവാം, അല്ലെങ്കിൽ ഡാമേജിങ് ആവാം. ഹാംലെസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഡാമേജിങ് എന്ന് പറഞ്ഞാൽ ഫയൽസും ഡേറ്റയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യാനും പറ്റും.
നെക്സ്റ്റ് വി വിൽ സി വൈറസ് സ്ട്രക്ചർ. അപ്പോൾ വൈറസിന് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ഹോസ്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ പ്രിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാഷനിൽ വേണമെങ്കിൽ എംബഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കീ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫെക്റ്റഡ് പ്രോഗ്രാം എക്സിക്യൂട്ടഡ് ആകുമ്പം ഫസ്റ്റ് നമ്മളുടെ വൈറസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഹോസ്റ്റ് പ്രോഗ്രാമിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി ഈ വൈറസ് സ്ട്രക്ചർ അല്ലെങ്കിൽ വൈറസ് കോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ ഹോസ്റ്റ് പ്രോഗ്രാമിൻ്റെ കൂടെ പ്രീപെൻഡ് ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ സ്ട്രക്ചറൽ ലോജിക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പ്രോഗ്രാം വി എന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ വൈറസ് കോഡാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിൻ്റെ കൂടെ അത് പ്രിപ്പെൻഡ് ചെയ്യാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം നമ്മളെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് വൈറസ് കോഡോട് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഒറിജിനൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒറിജിനൽ ഹോസ്റ്റ് പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ ഈ ഹോസ്റ്റ് പ്രോഗ്രാമിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഗോ ടു മെയിൻ, നമ്മളുടെ മെയിൻ വൈറസ് കോഡിലേക്ക് പോകുക. ഇതാണ് നമ്മളുടെ മെയിൻ എന്ന് പറയുന്നത്. ഇനി മെയിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി. ഇൻഫെക്റ്റ് എക്സിക്യൂട്ടബിൾ അതൊരു സബ് റൂട്ടീനാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ശരിക്കും ഇൻഫെക്ഷൻ നടക്കുന്നത്. ഇനി അത് ഈ മെയിനിലേക്ക് പോയി അല്ലെങ്കിൽ സബ് റൂട്ടീനിൽ എത്തുന്നതിന് മുമ്പ് നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് കാണാം 1 2 3 4 5 6 7 ഒരു സ്പെഷ്യൽ മാർക്കർ നമ്മളെ വൈറസ് സിഗ്നേച്ചർ എന്ന് നമ്മളതിനെ പറയും. അപ്പോൾ ഈ ഒരു മാർക്കറിൻ്റെ പർപ്പസ് ഈ നമ്മൾ ഏതെല്ലാം ഫയൽസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിലെല്ലാം ഈ മാർക്കർ ഉണ്ടാവും. അപ്പോൾ ഒരു ഫയലിൽ പുതിയതായിട്ട് ആക്സസ് ചെയ്ത് അത് ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് അതിന് വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സിഗ്നേച്ചർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഗോ ടു മെയിൻ എന്ന് വെച്ചാൽ വൈറസിൻ്റെ മെയിൻ പ്രോഗ്രാമിലായിട്ട് പോകും. ഇതാണ് നമ്മളുടെ മെയിൻ. മെയിൻ നമ്മൾ ഇവിടെ എത്തി. അതിനുള്ളിൽ ഫസ്റ്റ് നമ്മൾ ഇൻഫെക്റ്റ് എക്സിക്യൂട്ടബിൾ ആണ് വിളിക്കുന്നത്. ഈ ഇൻഫെക്റ്റ് എക്സിക്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു സബ് റൂട്ടീൻ അല്ലെങ്കിൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയാൽ ഒരു ലൂപ്പാണ്. ആദ്യം റാൻഡമായിട്ട് എക്സിക്യൂട്ടബിൾ ഫയൽസിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത് ഏതൊക്കെയാണോ അതിനെ ആക്സസ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെക്ക് ചെയ്ത് നോക്കും. ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ഫയൽ ഈക്വൽ ടു 1 2 3 4 5 6 7. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ ഇതാണെന്ന് ചെക്ക് ചെയ്യാനുള്ള പർപ്പസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ആ ഫയൽ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ ഗോ ടു ലൂപ്പ്, വീണ്ടും തിരിച്ച് പോയിട്ട് അടുത്ത എക്സിക്യൂട്ടബിൾ എടുക്കുക, ഇൻഫെക്റ്റഡ് ആണോ എന്നുള്ളത് നോക്കുക. അതാണ് പ്രോസസ്സ്. ഇനി ഇൻഫെക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിലോ ഈ ഫസ്റ്റ് ലൈൻ ഇതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, എൽസ് പ്രിപ്പെൻഡ് വി ടു ദ ഫയൽ. അപ്പോൾ ആ എക്സിക്യൂട്ടബിൾ ഫയലിലേക്ക് ഈ വൈറസ് കോഡ് പ്രിപ്പെൻഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിൻ്റെ അതിന് മുമ്പോട്ടേക്ക് പ്രിപ്പെൻഡ് ചെയ്ത് വൈറസിൻ്റെ കോഡ് നമ്മളവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതാണ് ഈ പർട്ടിക്കുലർ സബ് റൂട്ടീൻ ചെയ്യുന്നത്. അപ്പോൾ മെയിനിൽ നമ്മൾ ആദ്യം ആ സബ് റൂട്ടീനെയാണ് വിളിച്ചേക്കുന്നത്. ഇനി അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇഫ് ട്രിഗർ പുൾ ദെൻ ഡു ഡാമേജ്. അപ്പോൾ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഡാമേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡാമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പറഞ്ഞു ട്രിഗറിങ് ഫേസ് ഉണ്ട്. ഈ ട്രിഗറിങ് ഫേസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഈവൻറ്റ് നടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ടൈം ഡേ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വൈറസിനെ ട്രിഗർ ചെയ്ത് അതിൻ്റെ ചെയ്യേണ്ട ടാസ്ക് അത് ചെയ്യേണ്ടത്, അല്ല ഡാമേജ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ഈ ട്രിഗർ പുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് റൂട്ടീൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ് ഈ വൈറസ് ട്രിഗേർഡ് ആവേണ്ടത്. സോ ഇറ്റ് റിട്ടേൺ ട്രൂ ഇഫ് സം കണ്ടീഷൻ ഹോൾഡ്സ്. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആവുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ഡു ഡാമേജിനെയാണ് വിളിക്കുന്നത്. ഇറ്റ്സ് അനദർ സബ് റൂട്ടീൻ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, എന്ത് ഡാമേജ് ആയിരിക്കും ഈ പർട്ടിക്കുലർ വൈറസ് ചെയ്യേണ്ടത്, അതിനുള്ള കോഡായിരിക്കും ഈ ഒരു സബ് റൂട്ടീനുള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, സെക്കൻഡ് പോർഷൻ പറഞ്ഞേക്കുന്നത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ട്രിഗർ അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ ആകുമ്പം ഇത് വേണ്ട ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡാമേജസ് നമ്മൾ സിസ്റ്റത്തിൽ വരുത്തണം. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ദ വൈറസ് മേ പെർഫോം സം ആക്ഷൻ യൂഷ്വൽ ഹാംഫുൾ ടു ദി സിസ്റ്റം. അപ്പോൾ ഈ ഡു ഡാമേജ് എന്ന് പറയുന്നതാണ് അത് ആ ഹാംഫുൾ ആയിട്ടുള്ള എന്തോ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞത്. ഇനി ഓരോ പ്രാവശ്യം നമ്മൾ ഈ വൈറസിനെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ആക്ച്വൽ പ്രോഗ്രാമിനെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഫൈനലി ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിലേക്കുള്ള ഒരു ലിങ്ക് ആയിരിക്കും. ഫൈനലി ദ വൈറസ് ട്രാൻസ്ഫേഴ്സ് ദ കൺട്രോൾ ടു ദ ഒറിജിനൽ പ്രോഗ്രാം. അപ്പോൾ ഇതാണ് വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം നമ്മൾ മോഡിഫൈ ചെയ്യാതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ബിക്കോസ് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേർഷൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ദാൻ ദ കറസ്പോണ്ടിങ് അൺഇൻഫെക്റ്റഡ് വൺ. അപ്പോൾ ഇൻഫെക്റ്റഡ് ഈ ചെയ്ത് കഴിയുമ്പോൾ ആ ഫയലിൻ്റെ സൈസ് നോർമലി അത് കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിന് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കംപ്രസ് ചെയ്യുക. സോ കംപ്രസ് ദ എക്സിക്യൂട്ടബിൾ ഫയൽ സോ ദാറ്റ് ബോത്ത് ദ ഇൻഫെക്റ്റഡ് ആൻഡ് അൺഇൻഫെക്റ്റഡ് വേർഷൻസ് ആർ ഓഫ് ഐഡൻറ്റിക്കൽ ലെങ്ത്. അപ്പോൾ ഈ കംപ്രഷൻ വൈറസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഇൻഫെക്ഷനൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇൻഫെക്ഷൻ നടത്തിയാൽ അത് പുറമേക്ക് അറിയപ്പെടാണ്ടിരിക്കാൻ വേണ്ടി നമ്മളുടെ ഒറിജിനൽ ഫയലിൽ നമ്മൾ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുന്ന എന്തുമാത്രം വെച്ചായിരിക്കും നമുക്ക് ആ വൈറസ് കോഡ് പ്രീപെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കംപ്രസ്ഡ് വേർഷനും ഈ വൈറസ് കോഡും കൂടി ഒന്നിച്ച് വെച്ച് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ കരുതിയാൽ നമ്മൾ ഒറിജിനൽ ഫയലിൻ്റെ സൈസേ വരാൻ പാടുള്ളൂ.
അപ്പോൾ അങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ ഫയലിൻ്റെ സൈസ് ചേഞ്ച് ആവില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് P1 എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്, അത് നമ്മളുടെ ആക്ച്വൽ പ്രോഗ്രാം. ഈ P1 ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, P1- CV എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറസ് കോഡാണ്. ഇനി P1- എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ P1 പ്രോഗ്രാമിനെ നമ്മൾ കംപ്രസ് ചെയ്ത് അതിൻ്റെ സൈസ് നമ്മൾ കുറച്ചു. അപ്പോൾ ഈ സൈസ് കുറച്ച് എന്തുമാത്രമാണ്? ഷോർട്ടർ ദാൻ ദ ഒറിജിനൽ പ്രോഗ്രാം ബൈ ദ സൈസ് ഓഫ് ദ വൈറസ്. ഒറിജിനൽ പ്രോഗ്രാം സൈസ് ഇത്ര ആയിരുന്നു, അതിൽ നിന്ന് ഈ വൈറസിൻ്റെ സൈസ് എത്രയാണോ അത്രയും കുറച്ച് ബാക്കിയായിട്ട് നമ്മളുടെ ഒറിജിനൽ ഫയലിൽ നമ്മൾ കംപ്രസ് ചെയ്തു. എന്നിട്ട് നമ്മൾ P2-നെയാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും ഈ P1 നമ്മൾ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൺട്രോൾ വൈറസിലേക്ക് ട്രാൻസ്ഫർഡ് ആയി കഴിഞ്ഞാൽ വൈറസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് 4 സ്റ്റെപ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ P1 എന്ന് പറഞ്ഞ ആക്ച്വൽ പ്രോഗ്രാം അതിനെ നമ്മൾ കംപ്രസ് ചെയ്തു. അപ്പോൾ P1- ആക്കി മാറ്റി. ഈ കംപ്രസ് ചെയ്തത് അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു സൈസ് പോർഷനിലേക്ക് നമുക്ക് എന്താ പ്രീപെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വൈറസ് കോഡ് കൂടി പ്രീപെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ CVയും P1- കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ P1 അതേ സൈസ് തന്നെയായിരിക്കും. ഇനി ഓരോ പ്രാവശ്യം നമ്മൾ P1 ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ 4 കാര്യങ്ങളാണ് നടക്കുക. അതാണ് ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് കൊടുത്തേക്കുന്നത്. ഫോർ ഈച്ച് അൺഇൻഫെക്റ്റഡ് ഫയൽ P2. അപ്പോൾ ഇതാണ് P2. ഒരു അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫയൽ കണ്ടുപിടിച്ചു വൈറസ് ഫസ്റ്റ് കംപ്രസസ് ദ ഫയൽ ടു പ്രൊഡ്യൂസ് P2-. അപ്പോൾ ആദ്യം P2-നെ എടുത്തു, ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്രസ് ചെയ്ത് P2- ആക്കി മാറ്റി. എന്നുവെച്ചാൽ അതിൻ്റെ സൈസ് കുറച്ചു. വിച്ച് ഈസ് ഷോർട്ടർ ദാൻ ദ ഒറിജിനൽ പ്രോഗ്രാം ബൈ ദ സൈസ് ഓഫ് ദ വൈറസ്. അപ്പോൾ ഒറിജിനൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മളുടെ വൈറസ് കൂടി ഇവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ P2- ആക്കി അതിനെ കംപ്രസ് ചെയ്തത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോപ്പി ഓഫ് ദ വൈറസ് ഈസ് പ്രീപെൻഡ് ടു ദ കംപ്രസ് പ്രോഗ്രാം. അപ്പോൾ CV എന്ന് പറഞ്ഞാൽ വൈറസിൻ്റെ കോപ്പിയാണ്, ഇറ്റ് ഈസ് പ്രീപെൻഡ് ടു ദ കംപ്രസ് പ്രോഗ്രാം. P2- കൂടെ നമ്മൾ വൈറസ് കോഡോട് പ്രീപെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഇപ്പോൾ P2 നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ദ കംപ്രസ്ഡ് വേർഷൻ ഓഫ് ദ ഒറിജിനൽ ഇൻഫെക്റ്റഡ് പ്രോഗ്രാം P1- ഈസ് അൺകംപ്രസ്ഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒറിജിനൽ P1- എന്ന് പറഞ്ഞ ഒറിജിനൽ കംപ്രസ്ഡ് പ്രോഗ്രാം. ഇതിനെ നമ്മൾ അൺകംപ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്ച്വൽ പ്രോഗ്രാം P1 കിട്ടി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഈ അൺകംപ്രസ്ഡ് ഒറിജിനൽ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ നമ്മളുടെ ആക്ച്വൽ പ്രോഗ്രാം എന്താണോ ചെയ്യേണ്ടത്, അല്ല ഹോസ്റ്റ് പ്രോഗ്രാമാണ് P1 എന്ന് പറയുന്നത്. അപ്പോൾ P1 ചെയ്യേണ്ട കാര്യം എന്താണോ അത് അവിടെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ കംപ്രഷൻ വൈറസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആ 4 സ്റ്റെപ്സ് തന്നെയാണ് ഈ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. വൈറസ് കോഡിനെ പ്രീപെൻഡ് ചെയ്യുന്നു, വൈറസിൻ്റെ മെയിൻ കോഡിലേക്ക് ജമ്പ് ചെയ്യുന്നു. നമ്മളുടെ മാർക്കർ യൂസ് ടു ചെക്ക് അല്ല വെരിഫൈ വെദർ ദ പർട്ടിക്കുലർ ഫയൽ ഇസ് ഇൻഫെക്റ്റഡ് ഓർ നോട്ട്. നമ്മുടെ വൈറസിൻ്റെ സിഗ്നേച്ചർ പോർഷനാണിത്. നമ്മൾ മെയിൻ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇൻഫെക്റ്റ് എക്സിക്യൂട്ടബിൾ എന്ന് പറഞ്ഞ സബ് റൂട്ടീനാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്യുക? ഓരോ എക്സിക്യൂട്ടബിൾ ഫയലും എടുത്തു, ഇൻഫെക്റ്റഡ് ആണോ എന്ന് നോക്കി. അതിനാണ് ഈ ഫസ്റ്റ് ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മളതിനെ കംപ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? P2-നെ ആദ്യം കംപ്രസ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് കംപ്രസ് ദ ഫയൽ. കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ വൈറസ് കോഡ് പ്രീപെൻഡ് ചെയ്തു. അതാണ് പ്രീപെൻഡ് CV ടു ദ ഫയൽ. അത് രണ്ടുമായിരിക്കും ഇൻഫെക്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞ് പാസ് പർട്ടിക്കുലർ ഫയൽ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഒറിജിനൽ ഇൻഫെക്റ്റഡ് ഫയൽ എന്ന് പറഞ്ഞാൽ P1- ആണ്. P1- എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ പ്രോഗ്രാം P1, അതിൻ്റെ അൺകംപ്രസ്ഡ് വേർഷനാണ് P1 എന്ന് പറയുന്നത്. അപ്പോൾ ആ P1 എന്തോ ഒരു ഫംഗ്ഷൻ നോർമലി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇനി വൈറസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ P1 ആക്ച്വലി എന്ത് ചെയ്യണം എന്നാണോ ഉള്ളത് അത് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ എന്താണോ അത് ചെയ്യുക. അപ്പോൾ P1- എന്ത് ചെയ്യണം? ആദ്യം അൺകംപ്രസ് ചെയ്യുക, അൺകംപ്രസ് ദ റെസ്റ്റ് ഓഫ് ദ ഫയൽ ദാറ്റ് ഈസ് P1-. എന്നിട്ട് നമുക്ക് P1 അപ്പോൾ കിട്ടും. P1 എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ദെൻ റൺ ദ അൺകംപ്രസ്ഡ് ഫയൽ. അപ്പോൾ വൈറസിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വൈറസ് ഏത് ഹോസ്റ്റ് പ്രോഗ്രാമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ ഹോസ്റ്റ് പ്രോഗ്രാം ചെയ്യേണ്ട ഫംഗ്ഷൻ ഇവിടെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് 3ഉം 4ഉം സ്റ്റെപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈറസിൻ്റെ ഇനിഷ്യൽ ഇൻഫെക്ഷനെ പറ്റിയാണ്. അപ്പോൾ വൺസ് ഒരു വൈറസ് ഒരു സിസ്റ്റത്തിലേക്ക് എൻട്രി ഗെയിൻ ചെയ്തു, എന്തെങ്കിലും ഒരു സിംഗിൾ പ്രോഗ്രാമിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കി എക്സിക്യൂട്ടബിൾ ഫയൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലേക്കുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും പറ്റും. ഓരോ പ്രാവശ്യം നമ്മൾ ആക്ച്വൽ ഹോസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴെല്ലാം അത് ഇൻഫെക്ഷൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് എൻട്രി നമ്മൾ തടയും. സോ ദാറ്റ് ഈസ് പ്രിവെൻറ്റിംഗ് ദ വൈറസ് ഫ്രം ഗെയിനിങ് എൻട്രി ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ ആ ഫസ്റ്റ് ഒരു ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ പറ്റുകയാണെങ്കിൽ ബാക്കി നമുക്ക് ഉണ്ടാവാണ്ട് നോക്കാനായിട്ട് ശ്രമിക്കും. ഇനി ഫസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് വൈറസ് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആക്ച്വൽ നോഡിൽ മെഷീനിലുള്ള ഹോസ്റ്റിൽ ഉണ്ടാവണം എന്നില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും പുറമേയുള്ള സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വേണമെങ്കിലും നമുക്ക് വൈറസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നതാവാനും വഴിയുണ്ട്. ഈ പല ഇൻഫെക്ഷൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നോർമൽ യൂസേഴ്സിന് നമ്മളുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിനെ മോഡിഫൈ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് പെർമിഷൻ ഇല്ലാണ്ട് അവരെ ബ്ലോക്ക്ഡ് ആക്കി നമ്മൾ
കീപ്പ് ചെയ്യും. അപ്പോൾ നോർമൽ യൂസേഴ്സ് നമ്മൾ സിസ്റ്റം പ്രോഗ്രാംസിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ആ മോഡിഫിക്കേഷന് കൂടെ ആയിരിക്കാം ഈ വൈറസ് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കയറുക. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി, അതായത് എൻട്രി ഇൻ ഫസ്റ്റ് പ്ലേസ് നമുക്ക് തടയാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പറഞ്ഞേക്കുന്നത്, നോർമൽ യൂസേഴ്സിന് പ്രിവിലേജ് കൊടുക്കാണ്ടിരിക്കുക ടു മോഡിഫൈ ദ പ്രോഗ്രാംസ് ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഇത് വൈറസിനെ പറ്റിയുള്ളൊരു ഇൻട്രോ